നമസ്കാരം. ഏകദേശം ഒരു 1.5-2 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സൂര്യാണ്ണൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ വന്നിട്ടുണ്ട്, കങ്കുവ. ഇന്നിപ്പോൾ തൃപ്പൂണിത്തുറയിലെ സെൻട്രൽ തിയേറ്ററിൽ പോയ പടം കണ്ട്. രാവിലെ 4 മണിക്കായിരുന്നു ഷോ, 4:10 ഷോ ആയിരുന്നു. എന്തോ കാരണത്താൽ പടം ഡിലേ ആയി. ഏതാണ്ട് ഈ 3D തിയേറ്ററുകൾക്ക് പടം കൊടുക്കുന്നില്ല എന്തോ സംതിങ് ഉണ്ടായി. അത് കാരണം പടം ഡിലേ ആയി. 1 മണിക്കൂറോളം ഡിലേ ആയിട്ടാണ് പടം റിലീസായത്. പടം കണ്ട്. ചുരുക്കി പറഞ്ഞാൽ പടം നമുക്ക് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഒന്ന് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് അത്രയും ആ ലെവലിലേക്കൊന്നും സിനിമയില്ല. ഒരു വലിയ അത്രയും വലിയ ഹൈപ്പ് കൊടുത്തിട്ട് ആ ഹൈപ്പിനനുസരിച്ചിട്ടുള്ള ഒരു സംഭവമൊന്നും പടത്തിലില്ല. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് വിഷ്വലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു മോശം കഥയ്ക്ക് അതിനേക്കാൾ മോശം തിരക്കഥ വെച്ചിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആ സിനിമയ്ക്കുണ്ട്. ശരിക്കും ഒന്നുമില്ല. പിന്നെ ഉണ്ടെന്ന് പറയാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യ എന്ന നടൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ഈ പടത്തിനകത്ത് മുഴുവനായിട്ട്. അത് ആദ്യം മുതൽ അവസാനം വരെ, പടത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും സൂര്യയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ആ സിനിമയിലുണ്ട്. ശരിക്കും സൂര്യയുടെ ഡെഡിക്കേഷൻ ഭയങ്കരമായിട്ടുണ്ട് ഈ പടത്തിൽ. അതിപ്പം അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മേക്ക് ഓവറിലാണെങ്കിലും എല്ലാം കൊണ്ടും. പിന്നെ ശരിക്കും ഇതിനകത്തിലെ നായികയായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ദിഷ പട്ടാണിയാണ്. മറ്റേ എനിക്ക് തോന്നുന്നു MS ധോണി എന്ന സിനിമയിലുള്ള ഒരു നായികമാരിലൊരാളാണ്. ശരിക്കും നായികയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല ഈ പടത്തിൽ. ഒരു കാര്യമില്ലാതെ ചുമ്മാ ഒരു പാട്ട് സീനിന് വേണ്ടിയിട്ട് മാത്രം ചുമ്മാ കുറേ ക്രിഞ്ച് സീനുകളൊക്കെ അടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു നായിക, ചുമ്മാ ഒരു കാര്യമില്ല. സൂര്യ ഫസ്റ്റ് സീനിൽ കാണിക്കുമ്പോൾ, അതായത് സൂര്യയുടെ ഇൻട്രോ കഴിയുമ്പം ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നായികയും കാണിക്കുന്നുണ്ട്. അന്നേരം തൊട്ട് ശരിക്കും ഒരുമാതിരി ക്രിഞ്ച് ഇങ്ങനെ അടിച്ചിങ്ങനെ കയറുന്നൊരു സീന് ആലമ്പാക്കിയിട്ട്. പിന്നെ ഏതാണ്ട് 1070 കാലഘട്ടങ്ങളിലെ കഥ കാണിക്കുന്നുണ്ട് ഫ്ലാഷ് ബാക്കിലേക്ക് കാണിക്കുമ്പോൾ. അത് അത്യാവശ്യം നല്ല രീതിയിൽ മനോഹരമായ രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടത് 3D ആയിരുന്നു. 3D എന്ന് പറയുമ്പോൾ 3D എഫക്റ്റിൽ നല്ല സെറ്റപ്പായിട്ട് തന്നെ 3D എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു കുറ്റവും പറയാനില്ലാത്ത വിധത്തിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ 3D എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എഡിറ്റിങ്ങൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ സംവിധാനം അറിയാമല്ലോ, നമ്മുടെ അജിത്തണ്ണനെ മൂലയ്ക്ക് ഒതുക്കിയ ശിവേണ്ണൻ്റെ പടമാണ്. അപ്പോൾ അതറിയാമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു കാറ്റഗറിയിലേക്ക് ചിന്തിച്ചങ്ങ് പോയാൽ മതി. പിന്നെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോഴൊക്കെ എന്ന് പറയാൻ ഇങ്ങനെ എന്തൊക്കെ കുറേ ഫ്ലൈറ്റിനകത്തൊക്കെ കുറേ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടൊക്കെ. പക്ഷേ പടം നമുക്കിപ്പം അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളൊരു നോർമൽ സിനിമ എന്നുള്ള രീതിയിലേക്ക് പോയിരുന്ന് കാണുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടും. അതിനകത്തൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. നല്ല അത്യാവശ്യം തെറ്റില്ലാത്ത മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരേ BGM തന്നെ താൻ ഇങ്ങനെ പടത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ ഒരേ BGM ഇങ്ങനെ മാറ്റിയും തിരിച്ചിട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിനകത്തൊരു സോങ് വരുന്നത് എനിക്ക് തോന്നുന്നു മറ്റേ പുഷ്പ സിനിമയ്ക്കകത്തിലെ പുലി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിൽ അതേ മ്യൂസിക് തന്നെ താൻ എടുത്തു വെച്ചേക്കുന്നതായിട്ട് എനിക്ക് പല ഭാഗത്തും ആ പാട്ട് തന്നെ താൻ പുലി എന്നുള്ള പാട്ട് തന്നെ താൻ എടുത്തു വെച്ചേക്കുന്നതായിട്ട് തന്നെ താൻ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. പിന്നെ ഇതിനകത്തൊരു അനാവശ്യമെന്ന് തോന്നിപ്പോയ ഒരു മുതലായിട്ടുള്ളൊരു ഫൈറ്റ് ഉണ്ട്. മറ്റേ വിജയുടെ പുലി സിനിമയ്ക്കകത്ത് ഒരു കരിമ്പുലിയായിട്ടൊരു ഫൈറ്റ് ചെയ്യുന്ന രംഗം എനിക്ക് ഓർമ്മ വന്നത്. ശരിക്കും കോമഡി പീസാക്കി കളഞ്ഞിട്ടുണ്ടത്. അതൊന്നും ശരിക്കും ഒരു വലിയ ആളുകളിങ്ങനെ വലിയ മാസ് കയ്യടിയൊക്കെ പ്രതീക്ഷിച്ചിട്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ അങ്ങനെ ഒരു സീനൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. ശരിക്കും ഒരു 4 മിനിറ്റോളം പടത്തിൻ്റെ അത് വേസ്റ്റ് ആക്കുന്നത്, നമുക്ക് ഒരുമാതിരി ബോറടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും സൂര്യയുടെ ശരിക്കും സ്ക്രീൻ പ്രസൻസ് മൊത്തം സൂര്യയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് പടത്തിൻ്റെ ഏകദേശം ഒരു 90% സൂര്യയുടെ സീൻ തന്നെയാണ്. സൂര്യ തന്നെ കാണിക്കുന്നത്. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ സീനിലും സൂര്യ വരുന്നുണ്ടെന്നുള്ളത്. സൂര്യയുടെ ഒരു പ്രസൻസ് ഇല്ലാത്ത സീനുകൾ വളരെ ചുരുക്കമാണെന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു വേറൊരു സത്യം. പിന്നെ നായികയുടെ ഒന്നും ആവശ്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഇങ്ങനെ ഒരു നായിക കൊണ്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിനേക്കാളൊക്കെ വെച്ചാൽ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടൊരു ഹെവി ഡോസ് വില്ലനെയൊക്കെ പ്രതീക്ഷിച്ച സ്ഥാനത്ത് വില്ലനൊന്നും ചെയ്യാനില്ലായിരുന്നു എന്ന് മാത്രം. വെറുതെ ചുമ്മാ വന്നു 2-3 സീനുകളിൽ മാത്രം വന്ന് തല കാണിച്ചിട്ട് പോകുന്നു എന്നുള്ളതിനകത്ത് അവരെ പ്രത്യേകിച്ച് യാതൊരുവിധ കാര്യവും ശരിക്കും വില്ലനും ഈ സിനിമയിലേക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്
വാസ്തവം. പക്ഷേ പടം ഞാൻ അങ്ങനെ മോശമാണെന്നൊന്നും പറയുന്നില്ല. നമുക്ക് പൈസ പോകുമെന്നും പറയത്തില്ല. കാരണം കണ്ടിരിക്കാം. അതിൻ്റെ മേക്കിങ്, ആ വിഷ്വൽ എഫക്റ്റൊക്കെ, അതായത് പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ ഉള്ള വിഷ്വൽ എഫക്റ്റൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സെറ്റപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ എഡിറ്റിങ്ങും വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ചു എന്നുള്ള ഒറ്റ കാരണത്താലായിരിക്കാം ചിലപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അധികം ഇഷ്ടപ്പെടാതെ പോയത്. എങ്കിലും പടം മോശമല്ല. ആരും കയറി കാണുന്നതുകൊണ്ട് എൻ്റെ പൈസ പോകും അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ മേക്കിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഇതാണ് പ്രശ്നം, ഒരു നല്ല അടിത്തറയില്ലാതെ കെട്ടിപ്പൊക്കിയ വീട് പോലെ ആയിപ്പോയി. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, പക്ഷേ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരു ട്രിപ്പൊക്കെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റും. എങ്ങനെ ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റും. ആ പഴയ കാലഘട്ടം കാണിച്ചേക്കുമ്പോൾ ആ കാടും മറ്റേ ആ പഴയ കാലഘട്ടവും അവിടുത്തെ യുദ്ധങ്ങളൊക്കെ. പിന്നെ പഴയ കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഇങ്ങനെ ഫൈറ്റ് മാത്രം, അല്ലാണ്ട് പ്രത്യേകിച്ച് അതിനകത്തേക്ക് സ്റ്റോറി ബേസ് ആയിട്ടൊന്നും എഴുതി ചേരുന്നില്ല എന്നുള്ളത് വേറെ സത്യം. പിന്നെ പാട്ടുകളൊക്കെ ആവറേജ് ആയിട്ടൊക്കെ ഉള്ളൂ. അതിൽ 1-2 പാട്ടുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമയായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ നോർമലി അതിൻ്റെ ലിറിക്കൽ വീഡിയോസൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ പാട്ടുകൾ തന്നെ അങ്ങനെ അത് തന്നെ. പിന്നെ ഞാൻ ലിറിക്കൽ പാട്ട് അങ്ങനെ ലിറിക്കൽ സോങ്സ് ആയിട്ട് കേൾക്കാതെ വന്ന ഒരു സോങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ മറ്റേ പുഷ്പ സിനിമയിലെ ഒരു പാട്ടുമായിട്ട് സാമ്യം തോന്നിയൊരു പാട്ട്. ഒക്കെ എങ്കിലും കുഴപ്പമില്ല, ആവറേജായിട്ട് നമുക്ക് കണ്ടിരിക്കാം. വലിയ പ്രതീക്ഷകളൊന്നും വെക്കാതെ ഒരു നോർമൽ ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക് ആളുകൾ പോയി കാണാവുള്ളൂ. എല്ലാവരും പോയി കാണാൻ തെറ്റില്ലാത്ത പടമാണ്. പോയി കണ്ടാൽ പൈസ നഷ്ടം വരത്തില്ല. പക്ഷേ നമ്മൾ ഇവർ ഇത്രയും പബ്ലിസിറ്റി പോയതിൽ 1000 കോടിക്കുള്ളത് 2000 കോടിക്കുള്ളത് ആ ചിന്താഗതികളൊന്നും ഇല്ലാതെ ഒരു നോർമൽ സിനിമ കാണാൻ പോകുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ചിലപ്പം ഇഷ്ടപ്പെടും. ഇത് നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ച് പോയത് കൊണ്ട് മാത്രം പറ്റിയൊരു സംഭവമാണ്. ഓക്കെ.